കുംഭഭരണി മഹോത്സവത്തിനെത്തുന്ന ഭക്തർക്കായി സേവന സജ്ജരായി സേവാഭാരതിയും. കുടിവെള്ളവും ഡോക്ടർമാരുടെ സേവനവും ആംബുലൻസ് സൗകര്യവും അടക്കമാണ് ക്ഷേത്രത്തിന്റെ ഓരോ നടകളിലും സേവാഭാരതി ഒരുക്കിയിരിക്കുന്നത്. നിഷ ദിലീപ് തയ്യാറാക്കിയ റിപ്പോർട്ട്. ഭക്തലക്ഷങ്ങൾ ദർശനത്തിനെത്തുന്ന ചെട്ടികുളങ്ങര കുംഭഭരണിയിൽ സേവന സന്നദ്ധരായി സേവാഭാരതിയുമുണ്ട്. സേവാഭാരതിയുടെ നേതൃത്വത്തിൽ വിപുലമായ സൗകര്യങ്ങളാണ് ഭക്തർക്കായി ഒരുക്കിയിട്ടുള്ളത്. ഇന്ന് രാവിലെ മുതൽ തന്നെ കുടിവെള്ള വിതരണം ആരംഭിച്ചു കഴിഞ്ഞു. ഇതിനി നാളെ വരെ നീണ്ടു നിൽക്കും. നമുക്കറിയാം, കുംഭഭരണി പ്രധാന ചടങ്ങ് നടക്കുന്നത് വൈകിട്ടാണ്. കെട്ടുകാഴ്ചകൾ കാഴ്ചക്കണ്ടത്തിൽ അണിനിരക്കുന്ന സമയത്തൊക്കെ വളരെ വലിയ രീതിയിലുള്ള ഭക്തരുടെ ഒഴുക്കായിരിക്കും ഇവിടേക്കുള്ളത്. മാത്രമല്ല, നല്ല ചൂട് സമയമാണ്, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഡോക്ടർമാരുടെയൊക്കെ സേവനം ഇവിടെ എത്തുന്ന ആളുകൾക്ക് ആവശ്യമായി വരും. ആ രീതിയിലുള്ള സേവനങ്ങളൊക്കെ സേവാഭാരതിയുടെ നേതൃത്വത്തിൽ ചെട്ടികുളങ്ങരയിൽ ഒരുക്കിയിട്ടുണ്ട്. സേവാഭാരതിയുടെ സംസ്ഥാന ജില്ലാ ഭാരവാഹികളൊക്കെ ഇവിടെയുണ്ട്. ഏത് തരത്തിലുള്ള സേവനമാണ് ചെട്ടികുളങ്ങരയിൽ എത്തുന്ന ഭക്തർക്കായി സേവാഭാരതി ഇവിടെ ഒരുക്കിയിട്ടുള്ളത്? ഓണാട്ടുകരയുടെ ഏറ്റവും വലിയ ദേശീയ ഉത്സവമായിട്ടുള്ള ചെട്ടികുളങ്ങര കുംഭഭരണി വളരെയധികം കമനീയമാക്കുന്നതിന് വേണ്ടി സേവാഭാരതി മെഡിക്കൽ സംവിധാനങ്ങൾ, കുടിവെള്ള സംവിധാനങ്ങൾ, അതോടൊപ്പം തന്നെ പാലിയേറ്റീവ് സംവിധാനങ്ങൾ, ആംബുലൻസ് സർവീസ്, അതോടൊപ്പം തന്നെ അമ്മയും കുഞ്ഞും എന്ന് പറയുന്ന ഫീഡിംഗ് റൂൾ ഉൾപ്പെടെയുള്ള സേവന പദ്ധതികളാണ് ചെട്ടികുളങ്ങരയിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഓണാട്ടുകരയുടെ കേരളത്തിൻ്റെ തന്നെ ഒരു കുംഭമേള എന്നറിയപ്പെടുന്ന വളരെ വിശിഷ്ടമായിട്ടുള്ള ഒരു ഉത്സവമാണ് ചെട്ടികുളങ്ങര കുംഭഭരണി. എല്ലാ തരത്തിലുള്ള പ്രവർത്തകന്മാരെയും സമന്വയിപ്പിച്ചുകൊണ്ട് വളരെ ഗംഭീരമായിട്ടാണ് ഈ ഒരു ഉത്സവത്തെ നമുക്ക് കൊണ്ടാടാൻ വേണ്ടിയിട്ട് സേവാഭാരതി സേവന സന്നദ്ധമായി നിലകൊള്ളുന്നത്. ഇന്ന് രാവിലെ 6 മണി മുതൽ വരുന്ന കുത്തിയോട്ടത്തിൽ വരുന്ന ഭക്തജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കുടിവെള്ള വിതരണം രാവിലെ 6 മണിക്ക് തന്നെ തുടങ്ങാൻ സാധിച്ചു എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. ഈ ഒരു സംവിധാനം, കുടിവെള്ള വിതരണം രാത്രിയിൽ ഒരു 10-11 മണി വരെയും തുടർന്നു പോകും. അതിനോടൊപ്പം തന്നെ മെഡിക്കൽ രംഗത്തെ പ്രവർത്തനങ്ങളും, ആലോപ്പതി, ആയുർവേദം, അതോടൊപ്പം തന്നെ ഹോമിയോപ്പതി എന്നിവയെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു സേവന പദ്ധതിയാണ് നമ്മളിവിടെ ആവിഷ്കരിച്ചിട്ടുള്ളത്. ഇവിടെ ക്ഷേത്രത്തിൻ്റെ 3 ഗേറ്റുകളിലും ആംബുലൻസ് സർവീസുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നമ്മുടെ ഈ ഒരു മഹത്തരമായിട്ടുള്ള കുംഭമേളയിൽ സേവാഭാരതിയും സേവാഭാരതിയുടെ പ്രവർത്തനം പങ്കെടുക്കുകയാണ്. നല്ല ചൂട് സമയമാണ്. ഇവിടെ എത്തുന്ന ഭക്തർക്കായി കുടിവെള്ളവും ഒപ്പം തന്നെ മെഡിക്കൽ സേവനങ്ങളും, ആയുർവേദ, ഹോമിയോ, അലോപ്പതി ഡോക്ടർമാരുടെ സേവനങ്ങൾ അടക്കമാണ് സേവാഭാരതി ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ക്യാമറമാൻ സുമേഷ് പുന്നമടയ്ക്കൊപ്പം നിഷ ദിലീപ്, ജനം, ആലപ്പുഴ.